ബി.ജെ.പി. പ്രതിഷേധത്തിലെ അക്രമത്തിൽ രാജസ്ഥാനിലും പോലീസ് നടപടി. അക്രമികളെ പിടികൂടാൻ രാജസ്ഥാൻ പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. അതേസമയം ഡൽഹി അക്രമത്തിലെ എഫ്ഐആർ റദ്ദാക്കുന്നതിനെതിരെ പോലീസുകാരുടെ കുടുംബങ്ങൾ രംഗത്തെത്തി. അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി രാജസ്ഥാനിൽ പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അക്രമികളെ കണ്ടെത്തുന്നതിനായി പോലീസ് നടത്തുന്ന പരിശോധനകൾക്കെതിരെ CJP രംഗത്ത് വന്നു. രാജസ്ഥാൻ പോലീസ് വേട്ടയാടുന്നെന്ന് CJP ആരോപിച്ചു. CJP വക്താവ് അശുതോഷ് രംഗ കേന്ദ്ര സർക്കാർ എഫ്ഐആർ റദ്ദാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും രാജസ്ഥാൻ പോലീസ് നടപടികൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. हमारी प्रेस कॉन्फ्रेंस के बाद अभी कुछ देर पहले बिहार सरकार ने जितने भी छात्रों के खिलाफ एफआईआर्स की थी उन्हें विड्रॉ कर लिया है और जहां तक अभी हमें बताया गया है बंगाल में भी सारी एफआईआर्स विड्रॉ की जा रही है। हम केंद्र सरकार से और तमाम राज्य सरकारों से ये मांग करते हैं कि आप छात्रों को टारगेट ना करें, युवाओं को टारगेट ना करें, अपना जो एग्रीमेंट था 25 जुलाई का उसे ऑनर करें। अभी कुछ देर पहले राजस्थान की हमारी कोर टीम के कई लोगों के घर पे पुलिस लगातार पहुंच रही है, उन्हें कॉल करके परेशान कर रही है। तो हम राजस्थान पुलिस से भी निवेदन करते हैं कि आप हमारे बच्चों को परेशान करना बंद करें। അതേസമയം ഡൽഹി അക്രമത്തിലെ എഫ്ഐആർ റദ്ദാക്കുന്നതിനെതിരെ പോലീസുകാരുടെ കുടുംബം രംഗത്ത് വന്നു. നീതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. CJP പ്രതിഷേധത്തിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവരെ പിടികൂടണമെന്നാണ് ആവശ്യം. കൊൽക്കത്തയിലെ ആക്രമണത്തിൽ പോലീസ് പിടികൂടിയവർ വിദ്യാർത്ഥികളല്ലെന്നും അവർക്ക് അതിതീവ്ര നിലപാടുകളുള്ള ചില ദേശവിരുദ്ധ സംഘടനകളുമായി ബന്ധമുണ്ടെന്നുമാണ് സർക്കാർ നിലപാട്. ജനം, ഡൽഹി.